നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പിയിൽ ഫയർ സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം നിർമ്മിക്കുന്നു. പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. 4 വർഷങ്ങൾക്ക് മുമ്പാണ് പട്ടാമ്പിയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. വാടക കെട്ടിടത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ പ്രവർത്തനം. ഫയർഫോഴ്സിന് സ്വന്തമായ കെട്ടിടം വേണമെന്നത് 4 വർഷത്തോളമായി ഉയർന്ന ആവശ്യമാണ്. പട്ടാമ്പി പഴയ മാർക്കറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഫയർ സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കുന്നത്. 3 കോടി രൂപ ചെലവിലാണ് നിർമ്മാണ പ്രവൃത്തികൾ. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ പുരോഗമിക്കുകയാണ്. മുഹമ്മദ് മൂസിൻ MLA നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തി. എത്രയും പെട്ടെന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് വകുപ്പിന്റെ കെട്ടിട വിഭാഗം ഉദ്യോഗസ്ഥരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നാണ് പട്ടാമ്പി ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം എന്നുള്ള പദ്ധതി. നമുക്കെല്ലാവർക്കും അറിയാം, ദീർഘനാളായി വർഷങ്ങളുടെ ആവശ്യമായിരുന്നു പട്ടാമ്പിയിൽ ഒരു ഫയർ സ്റ്റേഷൻ ആരംഭിക്കുക എന്നുള്ളത്. അത് 2021 നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഇടപെടലിന്റെ ഭാഗമായി നമുക്ക് ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയും പട്ടാമ്പി ഫയർ സ്റ്റേഷന്റെ പരിധിയിൽ അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യാം. എന്നാൽ കൂടുതൽ സൗകര്യത്തിലുള്ള ഒരു കെട്ടിടം കൂടി നമുക്ക് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 3 കോടി രൂപ അതിനുവേണ്ടി അനുവദിച്ചു. ആ 3 കോടി രൂപയുടെ ടെൻഡർ നടപടി എല്ലാം പൂർത്തീകരിച്ച് PWD ആണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഇതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ നിർമ്മാണോദ്ഘാടന പരിപാടികളൊക്കെ തന്നെ നമുക്ക് നടത്താം. പക്ഷെ വർക്ക് അതിന്റെ ഭാഗമായി പെൻഡിങ് ആവരുത്. അതുകൊണ്ട് വർക്ക് നടക്കണം, പെട്ടെന്ന് വർക്ക് ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അപ്പൊ വളരെ വേഗത്തിൽ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫയർ സ്റ്റേഷൻ ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ആധുനിക സൗകര്യങ്ങളുള്ള ഫയർ സ്റ്റേഷനായി മാറും. കേരളത്തിൽ എവിടെയും ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ച് വളരെ വേഗത്തിൽ തന്നെ കെട്ടിടത്തിന് സ്വന്തമായ സ്ഥലവും കെട്ടിടത്തിനും ഫണ്ട് ലഭ്യമാകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പഴയ മാർക്കറ്റ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇതിന്റെ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നത്. ഇത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പൂർത്തീകരിച്ച് ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു ഫയർ സ്റ്റേഷനാക്കി പട്ടാമ്പി ഫയർ സ്റ്റേഷനെ നമുക്ക് മാറ്റണം. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി ഇറക്കത്തിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചു. പാതയിൽ അപകടം തുടർക്കഥയായ സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ള നടപടികൾ തുടങ്ങിയത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരിയിലാണ് ദിശാ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പുലാശ്ശേരി AMLP സ്കൂൾ മുതൽ ഈ പാതയിൽ അപകടം പതിവാണ്. പുലാശ്ശേരി വളവിലും ഇറക്കത്തിലും പലപ്പോഴുമായി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളോ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ ഒന്നും ഇവിടെ സ്ഥാപിച്ചിരുന്നില്ല. ഇത് വ്യാപകമായ ആക്ഷേപങ്ങൾക്ക് ഇടവരുത്തിയ സാഹചര്യത്തിലാണ് PWD നേതൃത്വത്തിൽ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. നവീകരണം പൂർത്തിയായ പാതയിലൂടെ വലിയ വേഗത്തിലാണ് പല വാഹനങ്ങളും കടന്നു പോകുന്നത്. ഇറക്കവും വളവുമൊന്നും ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് അപകടം പതിവാകുന്നത്. സ്പീഡ് ബ്രേക്കറും മീറ്ററുകളും ഉൾപ്പെടെയുള്ളവയും ഇവിടെ സ്ഥാപിക്കണമെന്ന ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യപടിയായാണ് ദിശാ ബോർഡുകൾ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിരിക്കുന്നത്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ ഉൾപ്പെടെയുള്ള പരിപാടികളും നടന്നു. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് ദിനാചരണം വിവിധ പരിപാടികളോടെയാണ് നടത്തിയത്. കൊപ്പം SHO ശിവശങ്കരൻ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊണ്ടുവരാമെന്നുള്ളതും നമ്മുടെ ഒപ്പമുള്ള കൂട്ടുകാരികളെ എന്തെങ്കിലും തെറ്റിലേക്ക് നയിക്കാതെ ഇപ്പോൾ പുതിയ വരുന്ന നമ്മുടെ ലഹരി ഉപയോഗം കൂടാതെ നമ്മുടെ മൊബൈൽ അഡിക്ഷൻ, മറ്റ് സാമൂഹിക വിപത്തുകൾ, സുരക്ഷിതമായ പഠനാന്തരീക്ഷത്തിന് വിഘ്നം വരുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ SPC കുട്ടികൾ വളരെ ക്രിയാത്മകമായി ഇടപെട്ടിട്ട് പല വിമുക്തി മിഷൻ എക്സൈസ് ഓഫീസർ MP അബ്ദുറഹ്മാൻ വാഹി ലഹരിവിമുക്ത ക്ലാസിന് നേതൃത്വം നൽകി. പതാക ഉയർത്ത്, സാംസ്കാരിക പരിപാടികൾ, ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കൽ എന്നിവയും ഉണ്ടായിരുന്നു. PT പ്രസിഡന്റ് K കൃഷ്ണകുമാർ, പ്രധാനാധ്യാപകൻ P ഇക്ബാൽ, സുരേഷ്, NP ഷാഹുൽ ഹമീദ്, റീനോ രാജ്, ആദിത്യ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തളി മഹല്ല് ജുമാ മസ്ജിദ് കമ്മിറ്റിയും ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൗജന്യ മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മെഡിക്കൽ ക്യാമ്പ് വരവൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫ്രാങ്കോ ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഭാഗങ്ങളിൽ നിരവധി ഡോക്ടർമാർ പരിശോധനകൾ നടത്തി. മഹല്ല് പ്രസിഡന്റ് VU അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി TM നാസർ സ്വാഗതവും ട്രഷറർ TA അബൂബക്കർ നന്ദിയും പറഞ്ഞു.
വരവൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എം വീരചന്ദ്രൻ, ടി.എ. ബിവാത്തുകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായ വി. അഹമ്മദ്, ടി.എം. അയ്യൂബ്, ടി. ഫാറൂഖ് സഖാഫി, എ. അലി, എൻ.എ. അബ്ദുൾ റഹ്മാൻ, കെ.എം. ഉമ്മർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെയോ ഓഫീസിലെയോ പഴയ ഫർണിച്ചർ മാറ്റി പുതിയത് വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ പഴയ ഫർണിച്ചറുകളൊക്കെ ഇനി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. അത്തരം ഫർണിച്ചറുകൾ ഏതൊരവസ്ഥയിലുള്ളതാണെങ്കിലും മികച്ച മൂല്യത്തിൽ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഐഫ അവസരമൊരുക്കുന്നു. ഐഫ, ദ ഫർണിച്ചർ ലൈഫ്, കേരളത്തിൽ എല്ലായിടത്തും. വാർത്തയിലേക്ക്. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട് തൊഴുക്കാട് ശ്രീ അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം നടന്നു. പ്രസാദ് പുളിക്കൽ പ്രഭാഷണം നടത്തി. ക്ഷേത്രം പ്രസിഡന്റ് രാജഗോപാൽ, ജോയിന്റ് സെക്രട്ടറി സുധീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദ് പുളിക്കലിനെ പൊന്നാടയും മൊമന്റോയും നൽകി ആദരിച്ചു. മുതുതലയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ KSBA തങ്ങൾ അനുസ്മരണവും പുതിയ മണ്ഡലം പ്രസിഡന്റിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങും നടന്നു. KPCC അംഗം C. സംഗീത ഉദ്ഘാടനം ചെയ്തു. മുതുതല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് KSBA തങ്ങൾ അനുസ്മരണവും പുതിയ മണ്ഡലം പ്രസിഡന്റായി നിയമിതനായ KV കബീറിന്റെ സ്ഥാനമേൽക്കൽ ചടങ്ങും നടത്തിയത്. സിത്താര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് KPCC അംഗം C. സംഗീത ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് അതിന് ഏറ്റവും വലിയ ദോഷം ഉണ്ടാവുക എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട KSBA തങ്ങളുടെ ചോദിച്ചു തന്നെ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്തിരുന്നത്. അതിനുശേഷം കല്ലാടപ്പള്ളി ഡിവിഷനിൽ മത്സരിച്ചു. അതും അദ്ദേഹം അടക്കമുള്ള എല്ലാ നേതാക്കന്മാരും അടിസ്ഥാനത്തിലാണ് ഓഹരിയിൽ മത്സരിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട് ഉൾക്കൊള്ളുന്ന ലിബർട്ടി സ്ട്രീറ്റിലാണ് ആദ്യത്തെ മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് വൈസ് ചെയർമാനായത്. ഇപ്പോൾ കൗൺസിലറാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഈ 20 വർഷത്തോളമുള്ള എന്റെ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്റെ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു പഠിച്ചത്, കേട്ട് പഠിച്ചത്, അല്ലെങ്കിൽ അറിഞ്ഞു പഠിച്ചത് പ്രിയപ്പെട്ട KSBA തങ്ങളടക്കമുള്ള നേതാക്കന്മാരുടെ പ്രവർത്തനത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ ഏറ്റെടുത്ത കാര്യം 100% വിജയത്തോടുകൂടി 100% ആത്മാർത്ഥത കൂടി ആ കാര്യം വിജയിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതൊക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ. തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിന് അപ്പുറത്തേക്ക് പോവില്ല. ആരും എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ കേന്ദ്രങ്ങൾ മണ്ഡലം പ്രസിഡന്റ് KV കബീർ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാമദാസ്, KR നാരായണസ്വാമി, K. ബഷീർ, ഉമ്മർ കിഴായൂർ, P. രൂപേഷ് കുമാർ, K. സേദലവി, അമീറ മുസ്തഫ, PV അഷറഫ്, KV മുഹമ്മദ് അലി, അഭിലാഷ് പെരുമിടിയൂർ, P. സുരേഷ് ബാബു, ഷാഫി കാരക്കാട്, MC മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇട്ടോണം കുണ്ടുകുളങ്ങര ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം നടത്തി. ഇടമന മധു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാമായണ പാരായണവും നടത്തിവരുന്നുണ്ട്. വൈകുന്നേരം ക്ഷേത്ര മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഭഗവത് സേവയും വിശേഷാൽ പൂജകളും ഉണ്ടായി. പ്രഭാത ഭക്ഷണവും ഉണ്ടായിരുന്നു. നവമാധ്യമ കാഴ്ച. തന്റെ നേർക്കുവരുന്ന ശത്രുവിൽ നിന്നും രക്ഷപ്പെടാൻ ഇരകൾ പല മാർഗങ്ങളും സ്വീകരിക്കും. മിണ്ടാപ്രാണികളാണെങ്കിലും സ്വന്തം ജീവന്റെ കാര്യത്തിൽ പല കുറുക്കുവഴികളും ഇക്കൂട്ടർക്കറിയാം. ചമ്മന്നൂരിൽ നിന്ന് വിനു നൽകിയ ദൃശ്യം. ഇതോടെ നിളവര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.